പിന്റെ റൂബി അനലിറ്റിക്കൽ ടാരോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ആരംഭിച്ച നിങ്ങളുടെ പങ്കാളിയുമായിട്ടുള്ള ജീവിതം, അതായത് ബന്ധം, വിവാഹ ജീവിതം, ഒരുമിച്ചുള്ള ജീവിതം. ഇത് സിംഗിൾസിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല, നിലവിൽ റിലേഷൻഷിപ്പിലുള്ള ദാമ്പത്യ ബന്ധത്തിലുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള റീഡിംഗ് ആണ്. വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ആരംഭിച്ച നിങ്ങളുടെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണ്? ആ പ്രതീക്ഷകളെ പാലിച്ചുകൊണ്ട്, സാക്ഷാത്കരിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത്? എന്താണ് നിങ്ങളുടെ വീടിനുള്ളിൽ, നിങ്ങളുടെ ബന്ധത്തിനുള്ളിൽ നടക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ വന്ന കാർഡ് ദ ടവർ എന്ന കാർഡാണ്. ജമ്പറാണ്. മാത്രമല്ല, ഒരു വീടിനുള്ളിൽ ദുഃഖിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ ഇത് പ്രധാനമായിട്ടും കാണിക്കുന്നു. ഇത് നമുക്ക് യൂണിവേഴ്സ് തന്നത് തന്നെയാണ്. ഓക്കെ, ഞാൻ ഇൻറ്റ്യൂട്ടീവ്ലി കാർഡുകൾ ലിമിറ്റ് ചെയ്യാതെ പിക്ക് ചെയ്യുകയാണ്. യൂണിവേഴ്സിൽ നിന്ന് തന്നെ ഇതിന്റെ സത്യം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കാർഡുകൾ എടുക്കുകയാണ്. എന്ത് ടവറാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിലും അത് കാർഡുകൾ വന്നാലേ അറിയുള്ളൂ. എന്നാലും അങ്ങനെ ഒരു ടവർ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും വേണമല്ലോ. അതാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രശ്നം മാത്രം പറയലല്ല, നിങ്ങളുടെ പ്രതീക്ഷകൾ എവിടെയെങ്കിലും തകർന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് കൂടി നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പ്രതീക്ഷകളും ഇപ്പോഴത്തെ യാഥാർത്ഥ്യവും, അതിനുള്ള കാരണങ്ങൾ, കാരണക്കാർ എല്ലാം നമ്മൾ നോക്കുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി ആരംഭിച്ച നിങ്ങളുടെ ജീവിതം ഇന്ന് നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്നതാണോ, അല്ലെങ്കിൽ വലിയൊരു ബേർഡനായി മാറിയിരിക്കുകയാണ്? കുടുംബജീവിതമാണ്. നമ്മൾ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കുടുംബത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പരിഹാരമുണ്ടെങ്കിൽ കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന് എത്ര ആശയിലാണെങ്കിലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കും. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പരിഹാരം കൂടിയാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടെത്താൻ വേണ്ടി നോക്കുന്നത്. ആലിസ് ഇൻ വണ്ടർലാൻഡ് ഡെക്കാണ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ടൈനി ഡെക്ക് ആയതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാർഡുകൾ എടുക്കാനും അത് ഇവിടെ വിശദമായി പരിശോധിക്കാനും സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഈ ഡെക്ക് തന്നെ ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതവുമായിട്ട് ഏറെ അടുത്ത് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചാണ്. വലിയ പ്രതീക്ഷയോടെ തുടങ്ങുന്ന ദാമ്പത്യ ജീവിതം, അല്ലെങ്കിൽ തുടങ്ങിയ ബന്ധം, തുടങ്ങിയ റിലേഷൻഷിപ്പ്. ഇത് സിംഗിൾസിനെ പറ്റിയല്ല, ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള വിവാഹിതരായിട്ടുള്ള ആളുകളെ പറ്റിയൊക്കെ തന്നെയാണ് നമ്മൾ ഈ റീഡിംഗ് ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വീടിനുള്ളിലെ യാഥാർത്ഥ്യം, അവിടെ നടക്കുന്നത് എന്താണ് എന്നാണ് നമ്മൾ ദാമ്പത്യ ജീവിതത്തെ പറ്റിയുള്ള എനർജിയാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളിൽ ഭൂരിഭാഗം പേരും വലിയ പ്രതീക്ഷകളോടെയും സ്നേഹത്തോടെയുമാണ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. ആസ് യൂഷ്വൽ അങ്ങനെ തന്നെയായിരുന്നു നിങ്ങളും. ഇന്ന് നിങ്ങൾക്കിടയിൽ കുട്ടികളുണ്ടാവാം, നിങ്ങളൊരു വലിയ ഫാമിലിയായി മാറിയിട്ടുണ്ടാവാം, നിങ്ങളുടെ പ്രായം കുറെ കൂടി അഡ്വാൻസ് ചെയ്തിട്ടുണ്ടാവാം. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നിങ്ങളെല്ലാം നിറഞ്ഞ സന്തോഷങ്ങളുള്ള, സാമ്പത്തിക ഭദ്രതയുള്ള ഒരു മാതൃകാ കുടുംബവുമായിരിക്കാം. എന്നാൽ ആ വീടിന്റെ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമുക്ക് 27ഓളം കാർഡുകളിലായിട്ട് യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്നത്. ഭാര്യമാർക്കും ഭർത്തകന്മാർക്കും ഒരുപോലെ മനസ്സിലാകുന്ന തരത്തിലാണ് ഞാനിത് വ്യക്തമാക്കാൻ പോകുന്നത്. ഒരാളുടെയും ഭാഗം നിന്നിട്ടല്ല സംസാരിക്കുന്നത്. റീഡിങ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ജെൻഡർ ന്യൂട്രൽ ആയിട്ടാണ്.
പക്ഷേ ഈ റീഡിങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്. നമ്മുടെ നാട്ടിൽ ഏറിയ പങ്കും സ്ത്രീകൾ വിവാഹം കഴിഞ്ഞ് പുരുഷന്റെ വീട്ടിലേക്കാണ് വരേണ്ടി വരുന്നത്. അങ്ങനെ അവർ അതുവരെ ജീവിച്ച ഒരു ചുറ്റുപാടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റി, അതായത് ഭർത്താവ് അല്ലെങ്കിൽ തന്റെ പങ്കാളിയായിരിക്കും അവർക്ക് ആ വീട്ടിൽ അവരുടേതെന്ന് പറയാൻ ഉണ്ടാവുക. ഭർത്താവിന്റെ കാര്യത്തിലാണെങ്കിൽ ആ വീട്ടിലുള്ള ഭാര്യ ഉൾപ്പെടെ എല്ലാവരും, വീടും അവിടെയുള്ള ഓരോ പ്രോപ്പർട്ടീസും വീട്ടുകാരും ബന്ധുക്കളും എല്ലാം ഭർത്താവിൻ്റെതായിരിക്കും. അപ്പോൾ അവിടെ ഒരു അഡ്വാൻറ്റേജ് സ്വാഭാവികമായിട്ട് പുരുഷന് വരുന്നു എന്നുള്ളത് സ്ത്രീകൾ എപ്പോഴും ഒരു അവഗണനയിലേക്കും നിരാശയിലേക്കും കോംപ്രമൈസിലേക്കും പോകേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിക്കാറുണ്ട്. പ്രത്യേകിച്ചും വരുമാനമൊന്നുമില്ലാതെ ഒരു ഇൻഡിപെൻഡന്റ് അല്ലാത്തൊരു സ്ത്രീ ആണെങ്കിൽ പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിലൂടെയൊക്കെ പോകാറുണ്ട്. നാട്ടിലുള്ള ഒരു ഫാക്ടറാണ്, നമ്മളെല്ലാം അംഗീകരിക്കേണ്ട ഒരു ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് ഈ എനർജീസ് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവിലെ സാഹചര്യവും പ്രസന്റ് റിയാലിറ്റിയും പറയുന്ന കാർഡുകളാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. റീഡിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ ടവർ കാർഡാണ് നമുക്കൊരു ജമ്പർ കാർഡായിട്ട് വന്നത്. അതായത് നിങ്ങൾ വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയ ആ കുടുംബ ജീവിതത്തിന്റെ മേൽ പെട്ടെന്നൊരു ഇടിത്തി വീണിരിക്കുകയാണ്. ബന്ധത്തിന്റെ അടിത്തറ ഇളകുന്ന ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അതാണ് റിയൽ ആയിട്ടുള്ള പ്രസന്റ് റിയാലിറ്റി എന്ന് പറയുന്നത്. അതാണ് ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ എന്തോ ഒരു കടുത്ത പ്രശ്നം, ബന്ധത്തെ പിടിച്ചുലക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എന്നാണ്. തുടർന്ന് വന്നിരിക്കുന്നത് 10 ഓഫ് ഹെഡ്ജ് ഹോഗ്സ് എന്ന് പറഞ്ഞാൽ പെന്റക്കിൾസ് കാർഡാണ്. 10 ഓഫ് പെന്റക്കിൾസും അതുപോലെ തന്നെ തൊട്ടടുത്ത് 2 ഓഫ് പെന്റക്കിൾസിന്റെ 10 ഓഫ് ടീ കപ്സ്, അതായത് 10 ഓഫ് കപ്സ്. 10 ഓഫ് പെന്റക്കിൾസും 10 ഓഫ് കപ്സും വന്നിരിക്കുന്നത് കാണിക്കുന്നത് പുറമേക്ക് നോക്കുമ്പോൾ ഈ കുടുംബത്തിന് ഒരു കുറവുമില്ല. സാമ്പത്തിക ഭദ്രതയുണ്ട്, നല്ല വീട്, കുട്ടികൾ, എല്ലാ സുഖസൗകര്യങ്ങളും അവിടെയുണ്ട്. പുറത്തു നിന്നുള്ളവർ നിങ്ങളെ ഒരു നല്ല സന്തുഷ്ട കുടുംബമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒരു ഫൂളിനെ പോലെ വരും വരായികകൾ, അതായത് ഇവിടെ നമുക്ക് ഫൂൾ കാർഡ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്, ഫൂളിനെ വിഡ്ഢി എന്നല്ല പറഞ്ഞത്. ഫൂൾ കാർഡ് നൽകുന്ന എനർജിയെ പോലെ നിങ്ങൾ വരും വരായികകൾ നോക്കാതെ വലിയൊരു നൈറ്റ് ഓഫ് കപ്സ് എനർജിയിൽ, അതായത് സ്നേഹം മാത്രം പ്രതീക്ഷിച്ച് വിവാഹം കഴിച്ച് ആ ഒരു ജീവിതം ആരംഭിച്ചൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ, ഇവിടെ നമ്മൾ ആലീസിനെയാണല്ലോ കാണുന്നത്, നിങ്ങളുടെ വൈഫ് എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത്. മിക്കവാറും ഇതൊരു പ്രണയ വിവാഹമായിരുന്നിരിക്കാം. അതാണ് വരും വരായികകൾ നോക്കാതെ എടുത്തു ചാടി വന്നു എന്ന് പറയുന്നത്. അവർ ഒരു അതായത് നിങ്ങളോടൊപ്പമാണെങ്കിൽ എന്ത് പ്രതിസന്ധിയെ നേരിടാനും തയ്യാറാണ്, അവരുടെ ജീവിതം ഏറ്റവും സന്തുഷ്ടമായിരിക്കും എന്ന് കരുതിക്കൊണ്ട് സ്നേഹത്തിന്റെ പുറത്ത് ആ ബന്ധത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഭാര്യ എന്നാണ് അതിൽ കാണുന്നത്. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന വ്യക്തിയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ആ വീട്ടിനുള്ളിലെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ കടുത്ത നിയന്ത്രണ സ്വഭാവമുള്ള ഒരു എംപറർ എനർജി ആ വീട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് ഭർത്താവിന്റെ വീട്ടിലെ മുതിർന്ന ആളുകളെയാണ് കാണിക്കുന്നത്. അതായത് അമ്മായിയമ്മ, അമ്മായിയപ്പൻ, അല്ലെങ്കിൽ അവിടെയുള്ള മറ്റംഗങ്ങൾ, അവരെയാണ് കാണിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ആ വീട്ടിലുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു അഭിപ്രായമില്ല, അല്ലെങ്കിൽ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഒന്നുമില്ല. നിങ്ങൾക്കെന്ന് പറയുമ്പോൾ ഈ ഭാര്യയെ കേന്ദ്രീകരിച്ചാണ് നമ്മളവിടെ പറയുന്നത്, പെൺകുട്ടിയെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ പറയുന്നത്. ഭർത്താവ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മനസ്സിലാക്കണം, അവിടെ നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം എംപറർ എനർജി, അത് നിങ്ങളുടെ മാതാപിതാക്കളുടെയോ മുതിർന്ന അംഗങ്ങളുടെയോ ആകാൻ സാധ്യതയുണ്ട്. ഇനി മാതാപിതാക്കളോടൊപ്പം അല്ല നിങ്ങൾ താമസിക്കുന്നത്, ഭാര്യയും കുട്ടികളും നിങ്ങളും മാത്രമാണ് താമസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളെ പ്രതീക്ഷിച്ച് വികാരത്തിന്റെ പുറത്ത് നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് നിങ്ങളിലേക്ക് കയറി വന്ന നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ ഒരു ടവർ അവസ്ഥയിലാണ്, കടുത്ത നിരാശയിലാണ് ഇരിക്കുന്നത്. അതിന് കാരണം നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കുന്ന എംപറർ എനർജിയാണ്. ഓക്കെ, എല്ലാ സൗകര്യങ്ങളും ആ വീട്ടിലുണ്ടെങ്കിലും അവർക്ക് അവിടെ അവരുടെ വികാരങ്ങൾക്ക് ഒരു പ്രാധാന്യം അവിടെ കൊടുക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവരുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വില കൽപ്പിക്കപ്പെടുന്നില്ല. ആ വീട്ടിൽ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ പാർട്ട്ണർ ആത്മാഭിമാനം നിലനിർത്താൻ വേണ്ടി ദിവസവും മാനസികമായിട്ട് പോരാടേണ്ടി വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് 7 ഓഫ് സ്പിയേഴ്സ് എന്ന കാർഡാണ്. മാത്രമല്ല ഈ എംപറർ എനർജി പോലെ തന്നെ വലിയൊരു വിശ്വാസ വഞ്ചന നേരിട്ട ഒരു അവസ്ഥ നിങ്ങളുടെ പാർട്ട്ണർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ എംപറർ എനർജിയിൽ നിൽക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ഒരു തന്ത്രപരമായ കാര്യങ്ങൾ പിന്നിൽ നടക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് നിങ്ങളുടെ പാർട്ട്ണർ, അതായത് ഭാര്യയുടെ റോളിൽ നിൽക്കുന്ന ആ വീട്ടിലെ സ്ത്രീ, നിങ്ങളുടെ പാർട്ട്ണർ ആയിട്ടുള്ള സ്ത്രീ, അവർ അനുഭവിക്കേണ്ടി വരുന്ന യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഒരു 5 ഓഫ് കപ്സ് എനർജിയിലേക്ക് അവർ കൂപ്പുകുത്തി വീണിരിക്കുകയാണ്. എല്ലാം ഉണ്ടായിട്ടും
മനസ്സിൽ വലിയൊരു ശൂന്യത, നിരാശ, കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ വീട്ടിലെ ഈ ദാമ്പത്യ ബന്ധത്തിലെ സ്ത്രീ പോയിരിക്കുന്നു. ഇവിടെ നമ്മൾ 2 ഓഫ് ഹെഡ്ജ് ഹോക്സ്, അതായത് 2 ഓഫ് പെന്റക്കിൾസ് കാർഡ് കണ്ടു. നിങ്ങൾ ജീവിതം ബാലൻസ് ചെയ്യാൻ പാടുപെടുകയാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ആടി ഉലയുന്ന ഒരു അവസ്ഥയിൽ അത് ബാലൻസ് ചെയ്ത് നിർത്തുന്നതിൽ വലിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കുന്ന ആ തന്ത്രപരമായ എംപറർ എനർജി കൊണ്ടാണ്. മിക്കവാറും ഇതിലെ സ്ത്രീ ഈ ബന്ധം ഉപേക്ഷിച്ചു പോകാത്തത് ഈ കുട്ടികളെയും കുടുംബത്തിന്റെ അന്തസ്സിനെയും ഓർത്തിട്ടായിരിക്കും. അവർ അവരുടെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഈ പ്രസന്റ് എനർജി ആയിട്ട് കാണുന്നത്. അവർ വലിയൊരു ആവേശത്തോടു കൂടി ഇറങ്ങി വന്നതാണ് ആ ജീവിതത്തിലേക്ക്, നിങ്ങളെ വിശ്വസിച്ച് വന്നതാണ്. പക്ഷെ അവിടെ വിശ്വാസം വഞ്ചന നേരിടുകയും എംപററിന്റെ അടിച്ചമർത്തലുകൾ ഉണ്ടാവുകയും ചെയ്തു. പുറമേ ഒരു നല്ല കുടുംബം, സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമാണെങ്കിലും അത് തകരുന്ന, അവർ ഈ ഭാര്യ തകർന്നു പോകുന്നൊരു സാഹചര്യം നിങ്ങളുടെ കുടുംബത്തെ തന്നെ തകർക്കുന്നുണ്ട്. അവർ എന്തായാലും നഷ്ടബോധത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ജീവിക്കുന്നത്. അത് നമ്മൾ ഈ ടവർ കാർഡിൽ നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാം. എന്താണ് വീട്ടിലെ ആ യഥാർത്ഥത്തിലുള്ള നെഗറ്റീവ് എനർജികൾ? എന്താണ് ഈ എംപറർ എനർജി സൂചിപ്പിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ വീട്ടുകാർ അങ്ങനെ ചെയ്താലും ഒരു ഫൂൾ എനർജിയിൽ കൂടെ വന്ന പങ്കാളിയോട് അത്രയും തന്ത്രപരമായ സമീപനം, വിശ്വാസവഞ്ചന കാണിക്കാൻ ഭർത്താവിന് എങ്ങനെയാണ് സാധിച്ചിട്ടുണ്ടാവുക? അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ ചെയ്തു എന്ന് അവർക്ക് തോന്നാനിടയാക്കിയിട്ടുള്ള കാര്യം എന്താണ്? ഇവിടെ കിങ് ഓഫ് ഫ്ലവേഴ്സ് അതിന് മറുപടി പറയുന്നുണ്ട്. അതായത് കിങ് ഓഫ് വാൺസ് ആണിത്. ഭർത്താവ് സാധാരണഗതിയിൽ ഒരു മോശം വ്യക്തിയല്ല എന്നാണ് ഈ കാർഡ് പറയുന്നത്. എന്നാൽ സ്വന്തം വീട്ടുകാരുടെയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെയോ ഇടപെടലിനെ തുടർന്ന്, അല്ലെങ്കിൽ അവരുടെ ഈഗോയോ അവർക്കിടയിലുള്ള സമ്മർദ്ദമോ കാരണം ഭർത്താവ് വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇവിടെ 5 ഓഫ് വാൺസ് വ്യക്തമായി കാണിക്കുന്നത് ആ വീട്ടിനുള്ളിൽ നടക്കുന്ന കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളും ഈഗോകളും തമ്മിലുള്ള കൂട്ടിയിടിയാണ്. എപ്പോഴും തർക്കമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആ വീട്ടിൽ ഏതു നേരവും തർക്കം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ആ വീട്ടിലെ ഈ മുതിർന്ന അംഗങ്ങൾ ഈ രീതിയിൽ പെരുമാറുന്നത്, അല്ലെങ്കിൽ വീട്ടിലെ ആളുകൾ ഈ രീതിയിൽ പെരുമാറി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ പൊതുവിൽ നൽകുന്ന ഒരു സൂചന അതിന് പിന്നിൽ കടുത്ത സുരക്ഷിതത്വമില്ലായ്മയും അസൂയയും, ഇൻസെക്യൂരിറ്റി ആൻഡ് ജലസി ഉണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളോട്, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കണ്ടുകൊണ്ട് നിങ്ങളുടെ സ്വന്തക്കാർക്ക്, അച്ഛനും അമ്മയ്ക്കാണെങ്കിലും സഹോദരങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും കടുത്ത അസൂയ ഉണ്ടെന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ സന്തോഷമായിരിക്കുന്നത് കാണുമ്പോൾ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ തിരിച്ച് സ്നേഹിക്കുന്നത് കാണുമ്പോൾ അവിടെയുള്ള ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. ഈ ഭർത്താവ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അകന്നു പോകുമോ, കൈവിട്ടു പോകുമോ, ആ വീട്ടിൽ തങ്ങൾക്കുള്ള അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് അവർക്ക്, ആ വീട്ടിലുള്ള ആളുകൾക്ക്. അതായത് അമ്മയാകാം, അച്ഛനാകാം, തങ്ങളുടെ മകൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന്, നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു പോകുമോ, അവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, അവനൊരു കുടുംബം വരുന്നു, അപ്പൊ ഞങ്ങൾ പുറത്താകുമോ, അല്ലെങ്കിൽ ഞങ്ങളുടെ പിടിയിൽ കാര്യങ്ങൾ നിൽക്കാതിരിക്കുമോ എന്ന് ഒരു ഭയം ഉള്ളത് കൊണ്ടാണ് അവർ ഈ തരത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ട് അവർ തന്ത്രപൂർവം ഭർത്താവിന്റെ കാര്യത്തിൽ, ഭർത്താവ് എന്ന് പറയുന്നത് ഈ കാണുന്ന നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും എന്ന അർത്ഥത്തിലാണ്, പാർട്ട്ണറോട്, മെയിൽ പാർട്ട്ണറോട് ഭാര്യയെക്കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതിനിടയിൽപ്പെട്ട്, അതായത് സ്വന്തം വീട്ടുകാർ ഒരു ഭാഗത്തും അതുപോലെ തന്നെ തന്റെ ഭാര്യയും കുട്ടികളും മറുഭാഗത്തും. കുട്ടികളെ കണക്കാക്കുന്നേ ഇല്ല. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് കുട്ടികളാണ്. പക്ഷെ കുട്ടികളെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല. ഇവിടെ ചിന്തിക്കുന്നത് എന്റെ അച്ഛനും അമ്മയും എന്റെ ഭാര്യയും. എന്റെ അച്ഛനും അമ്മയോട് എനിക്ക് കടമയുണ്ട്, എന്റെ ഭാര്യയോട് കടമയുള്ള കാര്യം അദ്ദേഹം കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഭർത്താവിനോട് വീട്ടുകാർ പല കാര്യങ്ങളും ഓതിക്കൊടുക്കുമ്പോൾ ഭർത്താവ് അതനുസരിച്ച് ഭാര്യയോട്, ഇതിനിടയിൽപ്പെട്ട് ഭർത്താവിൽ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് ഹെഡ്ജ് ഹോക്സിനെ പോലെയാണ്. കടുത്ത ഒരു എന്താ പറയാ, കടുപ്പമുള്ള എനർജിയാണ് ഉണ്ടാകുന്നത്. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന 5 ഓഫ് സോർട്സ്, 5 ഓഫ് സ്പിയേഴ്സ് കാർഡ് കാണിക്കുന്നത് വാക്കുകൾ കൊണ്ടുള്ള കടുത്ത വഴക്കുകൾ അവിടെ ഉണ്ടാകുന്നു. ആരും എന്നിട്ട് ജയിക്കുന്നുമില്ല. ജയിച്ചാൽ തന്നെ തോറ്റ പോലത്തെ ഒരു അവസ്ഥയാണ് ഈ കാർഡ് കാണിക്കുന്നത്. വീട്ടിൽ എപ്പോഴും സമാധാനക്കേട് ഉണ്ടാവുകയാണ്, തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ പേരിൽ ഭർത്താവ് ഒരു
നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എനർജിയിൽ വളരെ സ്ലോ ആയിട്ട് ഇടപെടുന്നു, ഉറച്ച രീതിയിൽ കടുത്ത രീതിയിലേക്ക് പ്രതികരണം നടത്തുന്ന രീതിയിലേക്ക് വരുന്നു, കടുത്ത വഴക്കുകൾ ഉണ്ടാകുന്നു, കുത്തുവാക്കുകൾ പറയുന്ന രീതിയിലേക്ക്, ഷാർപ്പായിട്ടുള്ള വാക്കുകൾ പറയുന്ന രീതിയിലേക്ക്, കടുപ്പമുള്ള രീതിയിലേക്ക് ഭർത്താവിന്റെ എനർജി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യത്തിലും ഇവിടെ ഇതിന്റെ ചുറ്റിലും, അതായത് പ്രശ്നമാണ് നിൽക്കുന്നതെങ്കിലും ഇവിടെ വന്നിരിക്കുന്നത് ടെമ്പറൻസ് കാർഡാണ്. അത് കാണിക്കുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഭർത്താവിന്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉപദ്രവം ഉണ്ടാവുന്നുണ്ട്, ഭർത്താവ് അതിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്, എങ്കിലും അവിടെ ഭാര്യ കടുത്ത നിയന്ത്രണത്തോടെയും ക്ഷമയോടെയുമാണ് ഇതിനെല്ലാം നേരിടുന്നത് എന്നാണ്. തർക്കത്തിൽ അവരും ഉണ്ടാവും ചിലപ്പോൾ, പക്ഷെ അവർ അത് ബാലൻസ് ചെയ്യുന്നു. കുടുംബം തകരാതിരിക്കാൻ അവർ കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ, ഇമോഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഭർത്താവിന്റെ വീട്ടുകാരോ ജയിച്ചതായിട്ട് കാണുമെങ്കിലും യഥാർത്ഥത്തിൽ അവർ ജയിക്കുകയല്ല, തോൽക്കുകയാണ് ചെയ്യുന്നത്. ആരും ജയിക്കാത്തൊരവസ്ഥയിലേക്ക്, ബന്ധങ്ങൾക്ക് വിള്ളലുകൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് അത് പോകുന്നത്. ഇവിടെ 3 ഓഫ് സോർട്സ് കടുത്ത ഹൃദയവേദനയാണ് കാണിക്കുന്നത്. ആ വീട്ടിലെ ആളുകളുടെ പ്രവൃത്തികളും വാക്കുകളും കാരണം ദിവസേന ആ വീട്ടിലെ സ്ത്രീയുടെ, ഭാര്യയുടെ, നിങ്ങളുടെ പാർട്ട്ണറുടെ ഹൃദയം ദിവസവും തകരുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അവർ ആ ബന്ധം നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അവസ്ഥയിലാണ്. അതാണ് ഈ 8 ഓഫ് പെന്റക്കിൾസ് കാർഡ് പറയുന്നത്. അവർ അധ്വാനിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ റിലേഷൻ പൊട്ടിത്തകർന്നു പോകാത്തത് എന്നാണ് പറയുന്നത്. ഇത് കാണുന്നത് സ്ത്രീകളാണെങ്കിൽ, ഏത് റോളിലാണെങ്കിലും, നിങ്ങൾ ആരെ വിചാരിച്ച്, ആരുടെ ദാമ്പത്യത്തെ കുറിച്ചാണോ ഇത് ചിന്തിക്കുന്നത്, അതിൽ ഉള്ള സ്ത്രീ കഥാപാത്രം കടുത്ത വിഷമത്തിലൂടെ, അടിച്ചമർത്തലിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിലും അവർ ഇട്ടെറിഞ്ഞു പോകാത്തത് അവരുടെ ഭർത്താവിനോടും അവരുടെ കുട്ടികൾ അടങ്ങുന്ന കുടുംബത്തോടുമുള്ള സ്നേഹവും കരുണയും കൊണ്ടാണ് എന്നാണ് ഈ കാർഡുകൾ കാണിക്കുന്നത്. അവർ ബാലൻസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പൊട്ടിത്തെറി, അതായത് ഈ ഉണ്ടായ ഈ ടവറിൽ അത് കുടുംബം തന്നെ ഇല്ലാതായി പോകുന്ന സാഹചര്യം ഉണ്ടാകും. അത്രയും കടുത്ത ഒറ്റപ്പെടൽ അവർ അവിടെ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം വരുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ, ഭാഗ്യചക്രം തിരിയുകയാണ്. ഇതൊരു മേജർ ആർക്കാന കാർഡാണ്, ഒരു ഡെസ്റ്റിനി കാർഡാണ്. അതായത് ഈ കഷ്ടകാലത്തിന്റെ ചക്രം തിരിയാൻ പോവുകയാണ്. യൂണിവേഴ്സ് മാറ്റത്തിന്റെ ചക്രം തിരിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതാണ് ഇപ്പോൾ ഈ ഒരു ടവറിന്റെ തകർച്ച, എന്തോ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുള്ളത്. ആ പഴയ വസന്തകാലത്തിന്റെ സന്തോഷം വീണ്ടെടുക്കാനുള്ള ഒരു മാറ്റം തൊട്ടടുത്ത് തന്നെ, ഉടനെ തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ 6 ഓഫ് വാൺസ് ഉറപ്പ് നൽകുന്നുണ്ട്. അതൊരു വിക്ടറി കാർഡാണ്, ഒരു വിജയം, ഒരു പഴയ ഒരു സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും. നിങ്ങളുടെ ബന്ധം എന്ത് മാറ്റമാണ് വീൽ ഓഫ് ഫോർച്യൂണിലൂടെയും 6 ഓഫ് വാൺസിലൂടെയും ഒക്കെ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് പറയുന്നത്? എന്താണ് ഈ ബന്ധത്തിന്റെ ഭാവി? യൂണിവേഴ്സ് എന്ത് വിധിയാണ് ഇതിൽ നടപ്പാക്കാൻ പോകുന്നത്? നിങ്ങളുടെ ഭാവി കാർഡുകളിൽ വന്നിരിക്കുന്ന എനർജി, ഇവിടെ എംപ്രസ്, മേജർ ആർക്കാന കാർഡായിട്ടുള്ള എംപ്രസ് വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം മൈനർ ആർക്കാനയാണ്. അപ്പൊ എംപ്രസ് ഉണ്ട്, ക്യൂൻ ഓഫ് വാൺസ് ഉണ്ട്, അതുപോലെ തന്നെ അവസാനമായിട്ട് ക്യൂൻ ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. അതായത് ശക്തമായ എനർജികളാണ് ഇവിടെ വന്നിരിക്കുന്നത്, ക്യൂൻ എനർജികൾ വന്നിരിക്കുന്നു. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ പങ്കാളി ഈ മോശം അവസ്ഥയെ ഫേസ് ചെയ്ത് നേരിട്ട് വിജയിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അവരുടെ വിധി മാറാൻ പോവുകയാണ്. അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് യൂണിവേഴ്സ് വലിയൊരു നീതി നൽകാൻ പോകുന്നു എന്നാണ്. ഇവിടെ ഭാര്യമാരോടായിട്ട് ഒരു കാര്യം പറയുകയാണ്. ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് കടുത്ത ശാരീരിക ഉപദ്രവങ്ങളോ, ഭർത്താവിന്റെയോ ഭർത്താവിന്റെ വീട്ടുകാരുടെയോ, നിങ്ങളുടെ ജീവന് ഭീഷണിയോ ഉള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സഹിച്ചുകൊണ്ട് അവിടെ തുടരരുത്. നിയമപരമായ സഹായം എന്തായാലും തേടണം. അത് ഈ ടാരോ റീഡിംഗ് കണ്ടുകൊണ്ട് സഹിച്ചവിടെ ഇരിക്കുക എന്നുള്ളതിൽ അർപ്പിതമായി പോകരുത്. നിങ്ങൾ നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ്. ഇനി അത് അങ്ങനെയൊന്നും അല്ല, ഈഗോയും അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്, നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊരു വിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സ് നൽകുന്ന ഈ നിർദ്ദേശങ്ങളിലൂടെ അതൊന്ന് വർക്കൗട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ എന്താണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്? എങ്ങനെയാണ് ഈ സാഹചര്യങ്ങൾ മാറാൻ പോകുന്നത്? നിങ്ങളുടെ പങ്കാളി, നിങ്ങളുടെ പാർട്ട്ണർ, ഭർത്താവ് സത്യം തിരിച്ചറിയുമെന്നാണ്.
ആ വീട്ടിലെ ആളുകൾ നിങ്ങളെക്കുറിച്ച് പറയുന്ന കള്ളങ്ങളും അവരുടെ യഥാർത്ഥ ഉദ്ദേശവും, അതായത് ഒരു അസൂയയും കൺട്രോളിങ്ങും ഒക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നതെന്നും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഭർത്താവിന്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെടും. യൂണിവേഴ്സ് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. നിങ്ങളുടെ ഭർത്താവ് കാര്യങ്ങൾ തിരിച്ചറിയുകയും തന്റെ ഭാര്യയാണ് ശരിയെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്യും. ഇതിൽ ഭാര്യ സ്വീകരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ റീഡിംഗ് കാണുന്ന ഭാര്യമാരാണെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടത്, ഭർത്താവ് ഒരു മോശക്കാരനല്ല, പക്ഷെ ഒരു സമ്മർദ്ദത്തിൽപ്പെട്ട് വീട്ടുകാരുടെ മുന്നിൽ പ്രതികരിക്കാൻ സാധിക്കാതെ അവർ പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിച്ചു പോയി ഉണ്ടായിട്ടുള്ള ചില റിയാക്ഷൻസ് ആണ് നിങ്ങളോട് വലിയൊരു വിശ്വാസവഞ്ചനയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തതും, നിങ്ങളുടെ ഹൃദയം തകർത്തതും, നിങ്ങളുടെ പ്രതീക്ഷകളെ തകർത്തതും, നിങ്ങളുടെ ബന്ധത്തെ തകർക്കുന്നതുമായിട്ടുള്ള എനർജി ആയിട്ട് നിൽക്കുന്നത്. ഭർത്താവ് ഒരു മോശക്കാരനായതുകൊണ്ടോ വേറെ ഒരാള് നിങ്ങളുടെ ബന്ധത്തിൽ, ആ കുടുംബത്തിന് പുറത്തുനിന്ന് ഇൻവോൾവ് ആയതുകൊണ്ടല്ല ഈ ഒരു അകൽച്ചയുള്ളത്. ഭർത്താവ് ദേഷ്യപ്പെടുമ്പോൾ അദ്ദേഹം നിങ്ങളോട് വെറുപ്പ് കൊണ്ട് ചെയ്യുന്നതല്ല എന്ന് മനസ്സിലാക്കുകയും മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിൽ പെട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് വഴക്കിടാതെ ശാന്തമായിട്ടിരിക്കാൻ ഭാര്യമാര് ശ്രദ്ധിക്കുക. ഭർത്താവിന് സ്വന്തം വീട്ടിൽ നിന്ന് വലിയ മാനസിക സമ്മർദ്ദമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ വഴക്കിടുന്ന ഒരു ഭാര്യ എന്ന നിലയിലല്ല, അദ്ദേഹത്തെ മാനസികമായി പിന്തുണയ്ക്കുന്ന ഒരാളായിട്ട് മാറുക, അതായത് ഒരു എംപ്രസ് എനർജിയിലേക്ക് മാറുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു എംപ്രസ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു എംപ്രസിനെ പോലെ സൗന്ദര്യത്തോടു കൂടിയും നിങ്ങളുടെ ആരോഗ്യവും സൗന്ദര്യവും മനസമാധാനവും എല്ലാം നിങ്ങൾ നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അപ്പിയറൻസിലും, അത് അവരെ ആകർഷിക്കാനൊന്നും അല്ല, ആ രീതിയിലൊന്നുമല്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെ എടുത്തോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു എംപ്രസ് എനർജിയിലേക്ക് നിങ്ങൾ വരിക, കാമായിട്ട്, നർച്ചറിങ് ആയിട്ട്, ഒരു ഗ്രൗണ്ടിങ് ആയിട്ടുള്ള എനർജി ആയിട്ട് നിങ്ങൾ നിൽക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് ഡ്രസ് ചെയ്ത് നടക്കുക, ഒരുങ്ങി നടക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നിങ്ങൾക്ക് സാധിക്കുന്ന തരത്തിൽ, നിങ്ങൾ സാധാരണ വീട്ടുജോലികളൊക്കെ ചെയ്ത് വീട്ടിൽ മുഷിഞ്ഞ വിഷങ്ങളിലൊക്കെ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ആകെ അലഞ്ഞ് തിരിഞ്ഞ് കഷ്ടപ്പെട്ട് ദേഷ്യം കീറി ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലൊക്കെ പെരുമാറുന്ന രീതിയാണെങ്കിൽ നിങ്ങൾ ഒന്നിരുന്ന് ചിന്തിക്കുക, എന്തിനാണ് നിങ്ങൾ അങ്ങനെ ആയി പോകുന്നത്? നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പൊ ഭർത്താവിന് മാത്രമല്ല, അവിടുത്തെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിങ്ങളുടെ ക്യാരക്ടറിനെയും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരാളെ മാത്രമായിട്ട് കുറ്റം പറയേണ്ടതില്ല. ഭർത്താവിന് അങ്ങനെ ഒരു മാറ്റം വന്നതുപോലെ തന്നെ നിങ്ങളെയും ആ എനർജി സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്താണ്, ഭർത്താവിനോട് മാറാൻ വേണ്ടിയല്ല പറയുന്നത്, നിങ്ങൾ മാറുക. ആ വീട്ടിലെ ആരെയും മാറ്റാൻ വേണ്ടി നടക്കണ്ട. ആ എനർജിക്ക് നിങ്ങളെയും സ്വാധീനിക്കാൻ പറ്റിയെങ്കിൽ ആ എനർജിയുടെ കെട്ടുപാടുകളിൽ നിന്ന് നിങ്ങൾ ആദ്യം മോചനം നേടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഭർത്താവിനെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് ബോധപൂർവമായിട്ട് നിങ്ങൾ ഒരുപാട് ബാലൻസ് ചെയ്താണ് അവിടെ നിൽക്കുന്നത്. നിങ്ങൾക്കത് സാധിക്കും. നിങ്ങൾ അവിടെ ഒരു തർക്കത്തിന് നിൽക്കാതിരിക്കുക. തർക്കം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, ഭർത്താവിന്റെ വീട്ടുകാർ നിങ്ങളോട് മോശമായി പെരുമാറുന്ന സാഹചര്യത്തിലാണെങ്കിലും ഭർത്താവ് മോശമായി പെരുമാറുന്ന സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ തിരിച്ച് പ്രതികരിക്കാതിരിക്കുക. പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊരു തല്ലും വഴക്കും ബഹളവും ഒക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അത് അനുഭവിച്ച് അവിടെ നിൽക്കേണ്ട കാര്യമില്ല. അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ, ചെറിയ ചെറിയ രീതിയിൽ നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന സാഹചര്യങ്ങളാണ് അനുനിമിഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനെ കൈകാര്യം ചെയ്യാനായിട്ടൊക്കെ ശാന്തമായി കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. സൈലൻസിന് വലിയ പവറാണുള്ളത്. അപ്പോൾ വീട്ടിൽ വേറെ ആളുകളൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ വളരെ ശാന്തമായി സ്നേഹത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾ പങ്കാളികളാണ്. നിങ്ങൾക്ക് അതിന്റെ സ്വാതന്ത്ര്യം, ആ ഒരു രീതിയിൽ ഭർത്താവിനോട് അടുത്തിടപഴകാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ആ സ്നേഹവുമുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ. ഇനി ഭർത്താവാണെങ്കിൽ, നിങ്ങളുടെ ഭാര്യ സ്വന്തം വീട് വിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്ന ആളാണെന്ന് നിങ്ങൾ മറക്കാതിരിക്കുക. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഭാര്യയെ അവഗണിക്കുകയോ കുറ്റപ്പെടുത്തുകയോ സംശയിക്കുകയോ അല്ലെങ്കിൽ കണ്ണടച്ച് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കരുത്, അല്ലെങ്കിൽ അതനുസരിച്ച് പെരുമാറരുത്. ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഭാര്യയുടെ പെരുമാറ്റത്തിലുള്ള മോശമായ സാഹചര്യങ്ങൾ. അത് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്നു, അതിനൊരു റൂട്ട് കോസ് ഉണ്ടാവും, ഒരു മൂല കാരണം ഉണ്ടാവും. അതെന്താണെന്ന് കൂടി ഉപരിതലത്തിൽ അനലൈസ് ചെയ്യാതെ അതെന്താണെന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ ഏറെക്കുറെ അവിടെ മാറ്റങ്ങൾ വരും. അവർക്ക് ആ വീട്ടിൽ കൃത്യമായ ഒരു സ്ഥാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കുക. കാരണം നിങ്ങളുടെ ഭാര്യയ്ക്ക് ആ വീട്ടിൽ ആകെയുള്ളത്, സ്വന്തം എന്ന് പറയാനുള്ളത് നിങ്ങളാണ്. നിങ്ങൾ അവരെ സംരക്ഷിക്കുക. നിങ്ങൾ അവർക്ക് സ്നേഹമായ കരുതലോടുകൂടി ഉള്ളൊരു സംരക്ഷണം ഉറപ്പാക്കിയാൽ മാത്രമല്ലേ അവർക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവുകയുള്ളൂ. അത് നിങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടി, അത് അവർക്ക് നേരെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും കടന്നു കയറിയാൽ അവർക്കൊരു സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഭർത്താക്കന്മാരോട് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇവിടെ എങ്ങനെയാണ് ഒരു മാറ്റം വരാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഒരു 3 ഓഫ്
പെന്റക്കിൾസ് കാർഡ് കാണുന്നുണ്ട്. അതായത് കൂട്ടായ പരിശ്രമത്തിലൂടെയുള്ള ഒരു മാറ്റം, കൂട്ടായ പരിശ്രമങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. മിക്കവാറും കുടുംബാംഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അതായത് നിങ്ങൾ എല്ലാവരും തമ്മിൽ ഒരു ടീം വർക്ക് പോലെ പെരുമാറാൻ, സഹകരിച്ച് പെരുമാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവും എന്ന രീതിയിലേക്ക് ഒരു സഹകരണത്തിലേക്ക് വരുന്നതാകാം. അതും അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗിലൂടെ ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ നടക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു തേർഡ് പാർട്ടി കൂടി വന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഭർത്താവും ഭാര്യയും ഒരുമിച്ച് അടുക്കാനായിട്ട്, ഒരുമിച്ച് നിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരുമെന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് 4 ഓഫ് കപ്സ്, ഈ 4 ഓഫ് കപ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അനുഭവിക്കുന്ന മടുപ്പിനെയാണ് കാണിക്കുന്നത്. ഈ മടുപ്പൊക്കെ മാറും ഇതിന്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ 8 ഓഫ് വാൺസ് വന്നിട്ടുണ്ട് നമുക്കിവിടെ. 8 ഓഫ് വാൺസ് പറയുന്നത് വളരെ പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ, വളരെ പോസിറ്റീവായിട്ട് വളരെ വേഗത്തിലായിരിക്കും കാര്യങ്ങൾ മാറി മറിയുക എന്നുള്ളതാണ്. 3 ഓഫ് വാൺസ് പറയുന്നത് നിങ്ങളുടെ പങ്കാളിയോ നിങ്ങളോ ദൂര ദേശങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ, നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ തന്നെ അനുകൂലമായ മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിനെല്ലാം ശേഷം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കടുത്ത, പിന്നിൽ നിന്ന് കുത്തിയ പോലെയുള്ള കടുത്ത മാനസികാവസ്ഥ അല്ലെങ്കിൽ അതെല്ലാം മാറി. അതുപോലെ കടുത്ത ബാധ്യതകൾ, ഭാരം, നിങ്ങൾ പേറിക്കൊണ്ട് നടന്ന കടുത്ത ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം ഒഴിവായി പ്രതിരോധിച്ചു നിന്നിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിങ്ങളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. ഇവിടെ 2 ഓഫ് ടീക്കപ്സ് നൽകുന്ന ഉറപ്പെന്ന് പറഞ്ഞാൽ പഴയതുപോലെ അല്ലെങ്കിൽ പഴയതിലും വളരെ അടുപ്പമുള്ള രീതിയിലേക്ക്, പരസ്പരം മനസ്സിലാക്കുന്ന തരത്തിലുള്ള പ്രണയത്തിലേക്കും ഒത്തൊരുമയിലേക്കും നിങ്ങൾ തിരിച്ചു വരുമെന്നുള്ളതാണ് ഈ കാർഡ് നൽകുന്ന ഉറപ്പ്. അപ്പോ നിങ്ങളുടെ വീട്ടുകാരുടെയോ സുഹൃത്തുക്കളുടെയോ, അതായത് ഇരു കൂട്ടരുടെയും വേണ്ടപ്പെട്ട ആളുകളുടെ കുടുംബത്തിന്റെയോ ഒക്കെ പിന്തുണയോടുകൂടി തന്നെ നിങ്ങൾക്ക് കുട്ടികളുമായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന മനോഹരമായ ഒരു കുടുംബജീവിതത്തിലേക്ക് തിരികെ വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു റീഡിംഗിൽ ഓവറോൾ എനർജി ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, ഒരു വലിയ പ്രതീക്ഷയോടെയാണ് നിങ്ങൾ ഇരുവരും വിവാഹ ജീവിതം തുടങ്ങിയത്. കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ കുടുംബം തകരാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ രണ്ടുപേരുടെയും ആവശ്യമാണ്. അതിനായി മറ്റുള്ളവർ ഉണ്ടാക്കുന്ന അസൂയയുടെയും ഇൻസെക്യൂരിറ്റിയുടെയും എല്ലാം കെണികളിൽ വീഴാതിരിക്കുക. പങ്കാളിയെ മാറ്റാൻ നിങ്ങൾ ശ്രമിക്കേണ്ട, പകരം നിങ്ങളുടെ പ്രതികരണ രീതികൾ മാറ്റുക. അത് ഭാര്യയായാലും ഭർത്താവായാലും. യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുകൂലമായി വിധി മാറ്റി എഴുതാൻ പോവുകയാണ്. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറും എന്നുള്ളത് ഉറപ്പാണ്. ഈ എനർജി അത്രയും ഉറപ്പായിട്ടുള്ള എനർജിയാണ് നമുക്കിവിടെ യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത്. യൂണിവേഴ്സിന്റെ അനുഗ്രഹവും നിങ്ങൾക്കൊപ്പം ഉണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക, സന്തോഷത്തോടു കൂടി ജീവിക്കുക. നിങ്ങളുടെ ഈ റീഡിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ഈ റീഡിംഗ് കണക്ട് ആയി എന്ന് താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറക്കരുത്. മറ്റൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. ബൈ.